ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ അറബ് മാസത്തിലെ പുതുവർഷം, അതായത് മുഹറം 1-ന് നമ്മളുടെ പഴമക്കാർ ചെയ്തു വന്നിരുന്നൊരു സംഭവം അത്ര കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവും ഒക്കെ ചെയ്യാറുണ്ട്, ഞാനിത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് 2024 മുഹറം 1 ഒന്നാം ഫസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ 113 തവണ ബിസ്മി ഓരോ ലെറ്ററായി എഴുതി നമ്മൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എടുത്ത് വെക്കുക, അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിച്ച് വെക്കുക. അതും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം കേട്ടോ. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന രൂപത്തിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് അത്ര കേട്ടോ. അപ്പം ഞാൻ 113 തവണ നമ്മളുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി ഞങ്ങൾ കിടക്കുന്ന കട്ടിലിൻ്റെ ഷെൽഫിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർ പറയുന്ന കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കാക്കൂൻ്റെ അനിയൻ കാക്കൂൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ കാക്കൂന് കുറച്ച് ചമ്മന്തിപ്പൊടി വേണമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കുകയാണ് കേട്ടോ. അതിന് മുൻപ് ഞാൻ നമ്മളുടെ കടുകും എണ്ണയൊന്നും ഇല്ലാത്ത നല്ല നാരങ്ങച്ചാറും അതുപോലെ തന്നെ ബീഫ് അച്ചാറൊക്കെ നമ്മളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇതും കൊണ്ടുപോകുന്നത്. നമ്മൾ ആദ്യമേ അത് ഇട്ട് വെച്ചു. അച്ചാറാവുമ്പോൾ നമ്മളുടെ അതിൽ മെൽറ്റ് ആവണമല്ലോ നന്നായിട്ട്. നാരങ്ങയാണെങ്കിലും ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം വെച്ചാലല്ലേ നല്ല ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഉണക്കമുളക് കുറച്ച് അധികം നമുക്ക് എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിയിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കാക്കൂന് എരിവ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചധികം കറിവേപ്പില, നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ. നമ്മളുടെ ചമ്മന്തിപ്പൊടിക്ക് കറിവേപ്പിലയുടെ ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് കറിവേപ്പില, പിന്നെ അതുപോലെ തന്നെ കറിക്കായം. അത് നമ്മൾ പൗഡർ യൂസ് ചെയ്യരുത് കേട്ടോ. ഇതുപോലുള്ള കട്ടകൾ യൂസ് ചെയ്താൽ മതി, പൗഡർ യൂസ് ചെയ്യേണ്ട. അത് ചെറിയൊരു പീസ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് നമ്മളുടെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമ്മളുടെ വെളുത്തുള്ളി ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഞാൻ മുഴുവനായും വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല, കാരണം പിന്നെ പെട്ടെന്ന് നേരം വൈകിയപ്പോൾ പൊടിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിന് തേങ്ങ ചിരവി അത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ തവി ഒന്ന് മാറ്റി പിടിച്ച് കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള കുറച്ച് പുളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പുളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നമ്മൾ കറിക്കൊക്കെ വറുക്കുന്ന പോലെ കുറച്ച് വറവ് വരണം കേട്ടോ. ഒന്നും ഫ്രൈ ആവണം. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മിക്സിയിലോട്ട് മാറ്റി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, നേരം വൈകിയത് കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റ് പരുവെന്ന് പറയുന്നത്. മിക്സിയിലിട്ട് ബാക്കിയൊക്കെ ഞാൻ കാക്കൂന് കൊടുത്തു വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബായ്.